ഹലോ എവ്രി വൺ, എല്ലാവർക്കും കേസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോൺഗ്രസ്സിലുണ്ടായ സ്പ്ലിറ്റിനെക്കുറിച്ച്, വിഭജനത്തെക്കുറിച്ച് പഠിച്ചു. അതിനുശേഷം ഇന്ത്യ ചരിത്രത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കറിയാം KASനായാലും മറ്റ് PSC പരീക്ഷകൾക്കായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് KS ഇൻസൈറ്റ്സ് എന്ന ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. KS എക്സാമിനും മറ്റ് പരീക്ഷകൾക്കും വേണ്ടിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ കൂടാതെ മറ്റ് 2 ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, മോക്ക് എക്സാം പോർട്ടൽ ഉണ്ട്. ഇവ രണ്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു സ്പ്ലിറ്റിന് ശേഷം, അതായത് കോൺഗ്രസ്സിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇന്ത്യയിൽ നടന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ലോകസഭയിൽ, അതായത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്കും അവരുടെ മന്ത്രിസഭയ്ക്കും ഒരു സപ്പോർട്ട് കിട്ടുന്നത് ലോകസഭയിലെ MP-മാരുടെ ഭൂരിപക്ഷമാണ്. അപ്പോൾ കോൺഗ്രസ് വിഭജിച്ചതോടെ ഈ ഒരു ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ മൈനോറിറ്റിയായി മാറി. അതായത് നമുക്കറിയാം, ലോകസഭയിലെ ഭൂരിപക്ഷം ലഭിച്ചാൽ മാത്രമേ, അതായത് പകുതിയിലധികം സീറ്റുകൾ ലഭിച്ചാൽ മാത്രമേ നമുക്ക് ഗവൺമെൻറ് ഫോം ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ നേരത്തെ കോൺഗ്രസ്സിന് അത്തരത്തിലൊരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായത്. എന്നാൽ ഇത്തരത്തിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായപ്പോൾ പ്രധാനമന്ത്രി മൈനോറിറ്റിയിലേക്ക് മാറി, അതായത് ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മതി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ രാജിവെക്കേണ്ട അവസ്ഥയാണ് വരിക. എന്നാൽ ഈ ഒരു സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPIയും DMK നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ദ്രാവിഡ മുന്നേറ്റ കഴകം, തമിഴ്നാട് എന്നുള്ള ഒരു റീജിയണൽ പാർട്ടിയാണ്. അപ്പോൾ ഈ 2 പാർട്ടികളും ഇന്ദിരാഗാന്ധിയെ സെൻട്രൽ ലെവലിൽ സപ്പോർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു കോൺഗ്രസിൻ്റെ മൈനോറിറ്റി ആണെങ്കിലും ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെയും DMKയുടെയും സപ്പോർട്ടോടുകൂടി ഇന്ദിരാഗാന്ധി തുടർ ഭരണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ലക്ഷ്യം എന്താണ്? കോൺഗ്രസിൽ നിന്നും മുതിർന്ന നേതാക്കളുടെ സപ്പോർട്ട് പോയി, കോൺഗ്രസ് സ്പ്ലിറ്റായി. ഇനി ഈ ഒരു കോൺഗ്രസ് ആണ്, അതായത് ഇന്ദിരാഗാന്ധിയുടെ കൂടെയുള്ള കോൺഗ്രസ് ആണ് യഥാർത്ഥ കോൺഗ്രസ് എന്ന് കാണിക്കുകയും, ഇതുകൂടാതെ തന്നെ ഈ ഒരു കോൺഗ്രസ്സിന് ജനങ്ങളുടെ സപ്പോർട്ട് വർദ്ധിപ്പിക്കുകയും വേണം. കാരണം കഴിഞ്ഞ ഇലക്ഷനിൽ വളരെയധികം സീറ്റ് കുറഞ്ഞ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധി ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റിലേക്ക് നീങ്ങിയ കാര്യം പറഞ്ഞു. അത് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്തു. അതായത് കൂടുതൽ ലാൻഡ് റീഫോംസും ഒക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി പ്രയത്നിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു വളരെ നേരിയ ഭൂരിപക്ഷത്തിൽ ഓടുന്ന മന്ത്രിസഭയായിരുന്നു ഇന്ദിരാഗാന്ധിയുടേത്. അതുകൊണ്ട് തന്നെ അതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉയർന്നു വന്നു. അതുകൊണ്ട് തന്നെ 1970 ഡിസംബർ മാസത്തിൽ ഈ ഒരു ലോകസഭ പിരിച്ചുവിടുന്നതിനും പുതിയ ഇലക്ഷൻ നടത്തുന്നതിനും വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി പ്രസിഡന്റിനോട് ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 1970 ഡിസംബർ മാസത്തിൽ ഈ ഒരു ലോകസഭയെ പിരിച്ചുവിടുകയും ചെയ്തു. പ്രസിഡന്റ് പിരിച്ചുവിടുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ നോക്കണം, 67 വന്ന മന്ത്രിസഭ 70 ആകുമ്പോഴേക്കും 2 വർഷം ബാക്കിയുള്ളതിന് മുന്നെയാണ് പിരിച്ചുവിടുന്നത്, ഡിസൊല്യൂഷൻ നടക്കുന്നത്. അങ്ങനെ ഇതിന് ശേഷം പുതിയൊരു ഫ്രഷ് ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ 5ാമത്തെ ഇലക്ഷനാണ്, 5ാമത്തെ പൊതു തിരഞ്ഞെടുപ്പാണ്, അല്ലെങ്കിൽ 5ാമത്തെ ജനറൽ ഇലക്ഷനാണ്. അത് ലോക്സഭയിലേക്ക് നടന്നത് 1971 ഫെബ്രുവരിയിൽ നടക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ഇലക്ഷനെ കുറിച്ചും അതിൻ്റെ റിസൾട്ടിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു 1971 ഇലക്ഷനിൽ എന്തായിരുന്നു നടന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്ദിരാഗാന്ധി ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മറ്റു പാർട്ടികളുണ്ട്. ഇത് കൂടാതെ കോൺഗ്രസിൽ നിന്നും വിഭജിച്ച ഭാഗമുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ പാർട്ടികളും കൂടി ചേർന്നിട്ട് ഈ ഒരു ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസിനെതിരെ ഒരു അലയൻസ്, അല്ലെങ്കിൽ ഒരു കൂട്ട് കക്ഷിയെ രൂപം കൊള്ളുകയാണ്. അപ്പോൾ അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളില്ല എന്ന് ഓർത്തോണം. നോൺ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നോൺ കോൺഗ്രസ് ഓപ്പോസിഷൻ പാർട്ടീസ് എല്ലാവരും ചേർന്നിട്ട് ഒരു ഇലക്ടോറൽ അലയൻസ്, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിന് ഒരു കക്ഷി, ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുകയാണ്. അതിൻ്റെ പേരാണ് ഗ്രാൻഡ് അലയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഗ്രാൻഡ് അലയൻസ് കോൺഗ്രസ് ആണ് മത്സരം നടക്കുന്നത്. അപ്പോൾ ഗ്രാൻഡ് അലയൻസിന് അവരൊരു ഫോം ചെയ്തുവെങ്കിലും അവരുടെ ലക്ഷ്യം ഒറ്റ മാത്രമേ ഉണ്ടായുള്ളൂ. എന്താണ്? ഇന്ദിരാഗാന്ധിയെ തോൽപ്പിക്കുക. അല്ലാതെ അവർക്കെല്ലാവർക്കും കൂടി ചേർന്നിട്ട് ഒരു പ്രത്യേക ലക്ഷ്യം, അതായത് ഇന്ത്യയെ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകണമെന്നോ, അല്ലെങ്കിൽ ഇന്ത്യയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയോളജിയോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതായത് ഗ്രാൻഡ് അലയൻസിന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് ഇന്ദിര ഹട്ടാവോ, ഇന്ദിരയെ മാറ്റുക. അപ്പോൾ അതിൻ്റെ അർത്ഥം റിമൂവ് ഇന്ദിര എന്നാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധിയെ ആ ഒരു പോസ്റ്റിൽ നിന്ന് മാറ്റുക, പുതിയൊരു പ്രധാനമന്ത്രിയെ കൊണ്ടുവരിക, അല്ലെങ്കിൽ പുതിയൊരു ഗവൺമെൻറ്റിനെ കൊണ്ടുവരിക, ഈ ഒരു ലക്ഷ്യം മാത്രമേ ഗ്രാൻഡ് അലയൻസിന് ഉണ്ടായിരുന്നുള്ളൂ.
ഈ ഒരു സമയത്ത് ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ച മുദ്രാവാക്യം വളരെ പ്രശസ്തമാണ്, ഗരീബി ഹട്ടാവോ. ഇന്ദിര ഹട്ടാവോ എന്ന് ഗ്രാൻഡ് അലയൻസ് മുന്നോട്ട് വെച്ചപ്പോൾ ഗരീബി ഹട്ടാവോ എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ചത്. ഗരീബി എന്ന് വെച്ചാൽ ദാരിദ്ര്യം അല്ലെങ്കിൽ പോവർട്ടി. അപ്പോൾ ദാരിദ്ര്യത്തെ നീക്കം ചെയ്യൂ എന്നാണ് ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളിലേക്ക് ഈ ഒരു ആശയം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ഏതിനെ സ്വീകരിക്കും? അതായത് പ്രധാനമന്ത്രിയെ മാറ്റണം എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരെ സ്വീകരിക്കോ, അല്ല ദാരിദ്ര്യം മാറ്റണം എന്ന് പറയുന്ന ആൾക്കാരെ സ്വീകരിക്കോ? അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ഇലക്ഷനിൽ ജനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോയത്, എന്താണ് ഈ ഒരു ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യത്തിൻ്റെ കൂടെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 10 പോയിന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ 10 പരിപാടികൾ ഓൾറെഡി ഇന്ദിരാഗാന്ധി നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു 10 പരിപാടികളെ വളരെ കൃത്യമായിട്ട് സാധാരണക്കാരിലേക്ക് എത്തുന്ന രീതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ദിരാഗാന്ധി മുമ്പ് ശ്രമിച്ചിരുന്നത്. അതായത് ഗരീബി ഹട്ടാവോ എന്ന് പറയുന്ന ഈ ഒരു മുദ്രാവാക്യം ഇന്ദിരാഗാന്ധിയുടെ മുൻ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളിൽ കൂടുതൽ സപ്പോർട്ട് ഉണ്ടാക്കി. കൂടുതൽ സപ്പോർട്ട് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരിൽ നിന്ന് വലിയ സപ്പോർട്ട് ഉണ്ടാവുകയും ലാൻഡ്ലെസ് ലേബർ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലാൻഡ് റീഫോംസ്, അതായത് ഭൂമി പിടിച്ചെടുത്തിട്ട് ഭൂമി ഇല്ലാത്ത സാധാരണക്കാർക്ക് ഭൂമി നൽകുന്ന ലാൻഡ്ലെസ് ലേബേഴ്സിന് ലാൻഡ് കൊടുക്കുന്ന ലാൻഡ് റീഫോംസ് അല്ലെങ്കിൽ ഭൂപരിഷ്കരണം എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യം. അപ്പോൾ ഇത്തരത്തിൽ സാധാരണക്കാരായ ആൾക്കാർക്ക് ഭൂമി കിട്ടി. അവർ സ്വാഭാവികമായിട്ടും ആരുടെ ഭാഗത്തേക്ക് മാറും? ഇന്ദിരാഗാന്ധി. ഇതുപോലെ തന്നെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വലിയൊരു ഭൂരിപക്ഷത്തിൻ്റെ വലിയൊരു പ്രശ്നമായിരുന്നു. ദളിത് വിഭാഗത്തിൻ്റെ, ആദിവാസികളുടെ, മൈനോറിറ്റികളായുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ, സ്ത്രീകളുടെ, ജോലിയില്ലാത്ത യുവജനങ്ങളുടെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വിഭാഗം ജനങ്ങളുടെ മാസ് സപ്പോർട്ട് ഇന്ദിരാഗാന്ധിക്ക് ഈ ഒരു 10 പരിപാടികളിലൂടെയൊക്കെ ലഭിക്കുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ദിരാഗാന്ധിക്കുള്ള സപ്പോർട്ട് വളരെയധികം കൂടുകയും, കൂടാതെ ഇന്ദിരാഗാന്ധിയുടെ മുദ്രാവാക്യം ദാരിദ്ര്യത്തെ മാറ്റുക എന്നുള്ളത്, അപ്പോൾ ഇത് ജനങ്ങളുടെ വലിയൊരു സപ്പോർട്ട് ഇന്ദിരാഗാന്ധിക്ക് ലഭിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കാം ഇനി ഇലക്ഷൻ നടക്കുകയാണ്, ഇലക്ഷൻ്റെ റിസൾട്ട് എന്താണെന്ന്. അപ്പോൾ ഒരു ഭാഗത്ത് കോൺഗ്രസ്, ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസും CPIയും അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും കൂടിയ ഒരു അലയൻസ് ആണ് ഉണ്ടായിരുന്നത്. മറ്റേ ഭാഗത്ത് അതായത് ഗ്രാൻഡ് അലയൻസ് ഉണ്ട്. കൂടാതെ കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരുടെ ആ ഒരു സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പഴയ കോൺഗ്രസ് ഓൾഡ് എന്ന് പറയുന്നവരുടെ ഒരു വിഭാഗമുണ്ട്. അപ്പോൾ ഈ ഒരു 3 പേരും തമ്മിലുള്ള ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഇലക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് CPI അലയൻസിന്, അതായത് ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും ചേർന്നിട്ടുള്ള ആ ഒരു അലയൻസിന്, ആ ഒരു സഖ്യകക്ഷിക്ക് വലിയ ഭൂരിപക്ഷം ലഭിക്കുകയാണ് ചെയ്തത്. അതായത് ഏകദേശം 375ഓളം സീറ്റുകളിൽ ലോകസഭയിൽ ഈ ഒരു ഇന്ദിരാഗാന്ധിക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 48.4% വോട്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ അതുവരെ നടന്ന ഇലക്ഷനുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് കോൺഗ്രസിന് കിട്ടുന്ന അവസ്ഥയാണ്. അതായത് കോൺഗ്രസിന്, ഇന്ദിരാഗാന്ധിയുടെ കൂടെയുള്ള കോൺഗ്രസിന് 352 സീറ്റുകൾ ഒറ്റയ്ക്ക് ലഭിക്കുകയും ചെയ്തു. ഈ 375 കോൺഗ്രസും CPIയും കൂടിയിട്ടുള്ളതാണ്. ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസിന് മാത്രം 352 സീറ്റുകൾ ലഭിക്കുകയാണ്. എന്നാൽ മറ്റ് പാർട്ടികളുടെ അവസ്ഥ നോക്കിയാലോ, കോൺഗ്രസ് അതായത് പഴയ കോൺഗ്രസ്, അതായത് മുതിർന്ന നേതാക്കളുടെ കോൺഗ്രസിന് അവർക്ക് വെറും 16 സീറ്റുകൾ മാത്രം കിട്ടി. ഗ്രാൻഡ് അലയൻസോ അത് വലിയൊരു തോൽവിയായി മാറി, 40ൽ കുറവ് സീറ്റുകൾ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ലോകസഭയിൽ അതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് കോൺഗ്രസിന് കിട്ടിയത്. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുകയാണ് ചെയ്തത്. നിങ്ങൾ നോക്കണം, 1971 ഇലക്ഷനാണ്. അപ്പോൾ ഈ ഒരു ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധിക്ക് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായ സംഭവങ്ങൾ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് വലിയ വിശദമായിട്ട് പഠിക്കും. കോൺഗ്രസിൻ്റെ ഒരു റിവൈവലാണ്. അതായത് കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോൺഗ്രസിന് വളരെ കുറഞ്ഞ ഭൂരിപക്ഷം മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. എന്നാൽ ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസിന്, നമ്മൾ പറയേണ്ടി വരും ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം കിട്ടി. അപ്പോൾ ഇന്ദിരയാണ് കോൺഗ്രസ് എന്നുള്ള തരത്തിലുള്ള ഒരു ആശയം അത് കോൺഗ്രസിൻ്റെ ഒരു MP തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് തന്നെ പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ദിരയാണ് കോൺഗ്രസ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു രൂപം കോൺഗ്രസിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇത് നല്ലതിനാണോ മോശം കാര്യത്തിനാണോ എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് പഠിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു രൂപം വന്നപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് ആണ് യഥാർത്ഥ കോൺഗ്രസ് എന്നുള്ള തരത്തിലുള്ള ഒരു ചിത്രമാണ് വന്നത്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാം വരുന്ന, നമ്മൾ സിൻഡിക്കേറ്റ് എന്ന് വിളിച്ച ആ ഒരു വിഭാഗം
സൈഡ് ലൈനായി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ 1971 ഇലക്ഷനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഈ 1971 ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടി. ഇന്ദിരാഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയാവുമെന്ന് ഉറപ്പായി. എന്നാൽ 1971 തന്നെ മറ്റൊരു വലിയ സംഭവം നടന്ന കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താണ്? ബംഗ്ലാദേശിൻ്റെ സംബന്ധിച്ച യുദ്ധം, അതായത് ബംഗ്ലാദേശ് ലിബറേഷൻ വാർ. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ഇന്ദിരാഗാന്ധി ഇലക്ഷൻ നടന്ന് വിജയിച്ച ഉടനെ തന്നെ ഇത്തരത്തിലുള്ള വലിയൊരു അടിയാണ് ഇന്ദിരാഗാന്ധിക്ക് മുന്നിലേക്ക് വന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധി ഈ ഒരു പ്രശ്നത്തെ പരിഹരിച്ച കാര്യം, അതായത് കൃത്യമായിട്ട് ഡീൽ ചെയ്ത കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യ ചരിത്രത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്? ഈ ഒരു 1971 ഇലക്ഷന് ശേഷം ഇന്ദിരാഗാന്ധി ജനങ്ങളുടെ സപ്പോർട്ട്, അതായത് സാധാരണക്കാരുടെ സപ്പോർട്ട് വാങ്ങി ദാരിദ്ര്യത്തെ ഒഴിവാക്കുക എന്ന് പറയുന്ന കാര്യവും പറഞ്ഞിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ദിരാഗാന്ധി നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ട് 1975 ഒരു അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം വന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് 1971 ഇലക്ഷനെ കുറിച്ചാണ്. അതിൽ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇലക്ഷനിലാണ് ഇന്ദിരാഗാന്ധി ഗരീബി ഹട്ടാവോ അല്ലെങ്കിൽ ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ലോകസഭ ഡിസോൾവ് ചെയ്യുന്ന, പിരിച്ചുവിടുന്നത് 1970 അത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. കൂടാതെ ഗരീബി ഹട്ടാവോ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആരാണ് ഗരീബി ഹട്ടാവോ അല്ലെങ്കിൽ ദാരിദ്ര്യത്തെ ഒഴിവാക്കൂ എന്ന് പറയുന്ന മുദ്രാവാക്യം പ്രഖ്യാപിച്ചതെന്ന് ചോദിക്കും. അത് ഇന്ദിരാഗാന്ധിയാണ്. ഏത് ഇലക്ഷൻ്റെ സമയത്താണ്? 1971. ഗ്രാൻഡ് അലയൻസും പ്രധാനപ്പെട്ടതാണ്. ഏത് ഇലക്ഷൻ്റെ സമയത്താണ്? 1971 ഇലക്ഷന് ശേഷം. അതിൽ കോൺഗ്രസിന് ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടുകയും ചെയ്തു. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ശേഷിക്കുന്ന കാര്യം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. 1971 ഇലക്ഷന് ശേഷം ഇന്ത്യയിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, വലിയ ഭൂരിപക്ഷത്തിൽ വരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ് ഇന്ത്യയിൽ നടത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കമൻറ്റ് താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രസിദ്ധീകരിക്കുന്ന ക്ലാസ്സുകളുടെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പ്ലേലിസ്റ്റുകളായിട്ട് പോയിട്ട് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.